الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ റഊഫായ വദൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും എപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി കുടുംബസമേതം സ്വർഗ പ്രവേശനം സാധ്യമാകുന്നവരിൽ ഉൾപ്പെടാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാം വരച്ചു വെക്കുന്ന മനുഷ്യൻ്റെ നിലവാരം, മനുഷ്യനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന വചനമാണ് സൂറത്ത് ഇസ്രാഇന്റെ വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരി മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ എന്ന വചനം. വലഖദ് കറംനാ ബനി ആദം, നാം മനുഷ്യനെ ആദരിച്ചിട്ടു, മനുഷ്യനെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ, പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത വിധം കടലിലും കരയിലും അവന് വിവിധങ്ങളായ യാത്രാ സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അവന് നൽകപ്പെട്ടിട്ടുണ്ട്.
വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മനുഷ്യനെ എന്നാണ്. പ്രപഞ്ച സൃഷ്ടാവിനാൽ ആദരിക്കപ്പെടുകയും ശ്രേഷ്ഠപ്പെടുത്തപ്പെടുകയും ചെയ്തവരാണ് ഭൂമിയിലെ മനുഷ്യരെല്ലാം. ആ ആദരവിനും ബഹുമാനത്തിനും കോട്ടം തട്ടുന്നത് യാതൊന്നും ഒരാളിൽ നിന്നും ഒരു കാലത്തും ഉണ്ടായിക്കൂടാ എന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹറമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും സ്വത്തും അഭിമാനവും പരസ്പരം ആദരണീയമാണ്, ലംഘിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവയാണ്. ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്ന ഈ ദുൽഹിജ്ജ 9 അറഫ മൈതാനി ഉൾപ്പെടുന്ന മക്കൾക്ക് നിങ്ങൾ എന്ത് ആദരവ് കൽപ്പിക്കുന്നുവോ അതേ ആദരവ് മനുഷ്യന് നിങ്ങൾ നൽകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരിക്കലും ഒരു മുസ്ലിം രാജ്യത്ത് ആയിരുന്നില്ല എന്നു മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം കടന്നുപോയ ജീവിതം നയിച്ച നാടുകളിൽ വിരലിലെണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകളിൽ മിക്കതിലും നമുക്ക് കാണാൻ കഴിയും റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമീനൻ, അല്ലെങ്കിൽ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമീനൻ. പടച്ചവനെ, ഞാൻ ജീവിക്കുന്ന ഈ നാടിനെ നിർഭയത്വമുള്ള, ഭയപ്പെടാതെ അപമാനിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടും, ആക്രമിക്കപ്പെടുമെന്ന് ആർക്കും ഭയമില്ലാത്ത രൂപത്തിൽ നിർഭയത്വമുള്ള നാടാക്കണമേ. ഇവിടെ എല്ലാവർക്കും സുരക്ഷിതത്വം വേണം. വർസുഖു അഹ്ലഹു മിന സമറാത്ത് എന്നൊരു പ്രാർത്ഥനയിൽ നിർഭയത്വം മാത്രം പോര പടച്ചവനെ, ഈ നാട്ടുകാർക്ക് സുഭിക്ഷമായ വരുമാന മാർഗങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും വേണം എന്ന് അള്ളാഹുവോട് ഇബ്രാഹിം അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത് ഒരു മുസ്ലിം രാജ്യത്തിന് വേണ്ടിയായിരുന്നില്ല, ഒരു ഇസ്ലാമിക സൊസൈറ്റിക്ക് പ്രത്യേകമായിട്ടുമായിരുന്നില്ല. അങ്ങനെ നേരിയൊരു സൂചന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വന്നപ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു വമൻ കഫറ. അങ്ങനെ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്നൊരു ചിന്തയെ പാടില്ല. മുസ്ലിമീങ്ങൾ അല്ലാത്തവർക്കും ഈ പറഞ്ഞ ഭൗതിക വിഭവങ്ങളെല്ലാം ഞാൻ നൽകിക്കൊണ്ടിരിക്കും എന്ന്. രണ്ടാമത് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന, റബ്ബേ, ഞാൻ ജീവിക്കുന്ന നാട് സുരക്ഷിതത്വമുള്ള, നിർഭയത്വമുള്ളതാണെങ്കിൽ മാത്രമേ വജ്രുബിനി വ ബനിയൻ അഅബുദൽ അസ്നാം, എനിക്കും എൻ്റെ മക്കൾ പരമ്പരക്കും തൗഹീദുള്ളവരായി ബഹുദൈവാരാധന ചെയ്യാതെ അള്ളാഹുവേ നിന്റെ വിനീത വിധേയരായി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുണ്ടാവണം ഞങ്ങളുടെ നാട്ടിൽ, അതിനെ രാജ്യം നിർഭയത്വമുള്ളതാവണം എന്ന്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധന ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്ന് തൗഹീദ് സ്ഥാപിക്കലും മറ്റൊന്ന് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേലിന്റെ മോചനവുമായിരുന്നു, സ്വാതന്ത്ര്യം. അൻ അർസിൽ മഅനാ ബനൂ ഇസ്രായേല വലാ തുഅദ്ദിബുഹും എന്ന് അദ്ദേഹം ഫിറഔനോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞങ്ങളുടെ രണ്ടാളുകളുടെ നിയോഗമനത്തിന്റെ ലക്ഷ്യം അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന ഒരു സംവിധാനം ഈ നാട്ടിലുണ്ടാകലും ഒപ്പം നൂറ്റാണ്ടുകളായി നിങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട എന്റെ ജനതയുടെ മോചനവും സ്വാതന്ത്ര്യവുമാകുന്നു എന്ന്. ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ നാട് ഏകദേശം 4-5 നൂറ്റാണ്ടുകൾ പണിയെടുത്തിട്ടുണ്ട്. സ്വതന്ത്രമായി ജീവിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടത്തെ പാസ്കോഡ് ഗാമയുടെ വരവോടുകൂടി വിവിധങ്ങളായ വിദേശ ആധിപത്യത്തിന് കീഴിലേക്ക് അത് അമരുകയും അവസാനം ഭഗീരഥ പ്രയത്നത്തിലൂടെ രാജ്യം മത, ജാതി, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയതിന്റെ ഫലമായി
3 തലമുറ തുടർച്ചയായി പോരാടിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ രക്തദാനത്തിലൂടെ, ജീവദാനത്തിലൂടെ, പതിനായിരങ്ങളുടെ അനാഥത്വത്തിലൂടെ, പതിനായിരങ്ങളുടെ വൈധവ്യത്തിലൂടെ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം രാഷ്ട്രപിതാവ് തന്നെ വിഭാവനം ചെയ്തത് ഇന്ന് ഞാൻ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടാണ് വരുന്നത്. ഓരോ ഗ്രാമപ്രദേശത്തും സുരക്ഷിതമായി ആളുകൾക്ക് ജീവിക്കാനും വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുമുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് എൻ്റെ രാജ്യത്ത് ഞാൻ കാണുന്ന, സ്വപ്നം കാണുന്ന സ്വാതന്ത്ര്യം ഉണ്ടായി തീരുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വായിക്കാനിടയായ ഒരു സംഭവം, സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയിലൂടെ ഡൽഹി തെരുവിലൂടെ റോന്ത് ചുറ്റുന്ന നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, സെക്യൂരിറ്റി ഇല്ല, കേവലം ഒരു പോലീസുകാരന്റെ അകമ്പടി പോലും ഇല്ലാതെ ചുറ്റിക്കറക്കുന്ന പ്രധാനമന്ത്രിയുടെ കുപ്പായത്തിൽ കയറിപ്പിടിച്ച് ഒരു സാധാരണ വനിത ചോദിച്ച്, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾ പ്രധാനമന്ത്രിയുമായി, ഞങ്ങൾക്ക് എന്ത് കിട്ടിയത്? അപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രതികരിച്ചത്, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരസ്യമായി ആൾക്കൂട്ടത്തിനിട്ട് കുപ്പായത്തിന്റെ കോളറിന് പിടിച്ച് വലിച്ച് ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ കിട്ടിയതിനേക്കാൾ വലിയൊരു സ്വാതന്ത്ര്യം എന്താണ് സഹോദരി വേറെ കിട്ടാനുള്ളത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ എവിടെയാണുള്ളത്? നമ്മളിൽ എത്തി നിൽക്കുന്ന ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബിബ ഇലൈന മക്ക ഔ അശദ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലാഹുവേ, മക്കയോട് എനിക്കുണ്ടായിരുന്ന അത്രയുമോ അതിനേക്കാൾ കൂടുതലോ സ്നേഹം എനിക്ക് മദീനയോടും ഉണ്ടാക്കി തരണമേ എന്ന്. മക്കയോടുണ്ടായിരുന്ന ആ സ്നേഹം അത്രയോ അതിലധികമോ സ്നേഹം എനിക്ക് മദീനയോടും ഉണ്ടാക്കി തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ജീവിക്കുന്നത് ഏത് നാട്ടിലാണെങ്കിലും ഈ രാജ്യത്തിന്റെ വായുവും വെള്ളവും ഇവിടുത്തെ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നവരെല്ലാം ഇവിടെ പിറന്നു എല്ലാവരുടേതുമാണ് ഈ നാട് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിക്കുന്ന മുസൽമാൻ, അതായത് നമ്മൾ ഓരോരുത്തരും, നമ്മൾ കടന്നു വന്ന വഴിയെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവുകയും എന്നിട്ട് പിറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും അതിന്റെ സുരക്ഷിതത്വത്തിനും അതിന്റെ സമൃദ്ധിക്കും വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അതൊക്കെ നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന്റെ 15 വർഷം മുമ്പ് അവിടുത്തെ 25-ാം വയസ്സിൽ മക്കയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അക്രമ പ്രവർത്തനം, റോമൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ കച്ചവട സാധനങ്ങൾ ഉക്കാദ്, ദുൽമജന്ന, മജാസ് ചന്തകളിൽ കച്ചവടം ചെയ്യുവാൻ വേണ്ടി മക്കികളായ ഏതെങ്കിലും ഒരു പ്രമാണിയുടെ അഭയം നേതൃത്വം എപ്പോഴും തേടാറുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചുകൂട്ടി കച്ചവട സംഘത്തിന്റെ നേതാവിനുമായി അന്വേഷണത്തിനുള്ള സംഘർഷ ആലോചനയിൽ ലൊറാസ് എന്ന ഒരു മക്കിയായ ഖുറൈശി ഗോത്രത്തലവൻ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കാം, അഭയം നൽകാമെന്ന് ഏറ്റു. പക്ഷേ അയാളൊരു വൃത്തികെട്ടവനായിരുന്നതിനാൽ അയാളെ ആ കച്ചവട സംഘത്തിന്റെ ചുമതല ഏൽപ്പിക്കാൻ ഭരണാധികാരി തയ്യാറായില്ല. മറിച്ച് അക്കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മാന്യതക്ക് പേരുകേട്ടിരുന്ന മറ്റൊരാൾ അമ്രിനെ ആ കച്ചവട സംഘത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. വൈരാഗ്യം ചടകുടഞ്ഞെഴുന്നേറ്റ ലൊറാസ് മക്കയിലേക്കുള്ള കച്ചവട സംഘത്തിന്റെ തലവനായിരുന്ന ഈ അമ്രിനെ ചതിയിൽ കൊന്നു. ആ കൊലപാതകം നടന്നത് ഹറമിന്റെ പരിധിയിൽ വെച്ചായിരുന്നു. മുസ്ലിമീങ്ങൾ ശരിക്കും ആലോചിക്കേണ്ട സംഗതിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവമാണ്. ഹറമിന്റെ പരിധിക്കുള്ളിൽ വെച്ച് ആ വധം നടന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ പ്രവാചകത്വത്തിന് 15 കൊല്ലം മുമ്പാണ്. പക്ഷേ മക്ക ഖുറൈശികളെ അത് വലിയ തോതിൽ അപമാനപ്പെടുത്തി.
ഹറമിന്റെ പരിസര പ്രദേശത്ത് ഏത് തരം അക്രമം നടന്നാലും അവിടെ വച്ചിട്ട് ഒരു പ്രതികാരവും പാടില്ല എന്ന നൂറ്റാണ്ടുകളായി അവർ കൊണ്ടു നടന്നിരുന്ന ആ അലിഖിത നിയമം ലംഘിക്കപ്പെട്ടു. അവർ ഒരുമിച്ചുകൂടി. മക്കയിലെ ഖുറൈശി ഗോത്രങ്ങളിലെ പ്രമാണിമാരും ചെറുപ്പക്കാരും എല്ലാവരും ഒരുമിച്ച്, നന്മയിൽ താല്പര്യമുള്ളവരെല്ലാവരും ഒരുമിച്ച് കൂടി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്ന ഖുറൈശി പ്രമാണിയുടെ വീട്ടിൽ. അവിടെ വെച്ച് അവരൊരു കരാർ, ഒരു പ്രതിജ്ഞയെടുത്തു. ഹൈൽഫുൽ ഫുളൂൽ എന്ന് നബി ചരിത്രം പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകും. അവർ അന്ന് തീരുമാനിച്ചത് മക്കയുടെ ഹറമിന്റെ പരിസര പ്രദേശത്ത്, ഹറമിന്റെ പരിധിക്കുള്ളിൽ വെച്ച് മക്കിയോ പുറം രാജ്യത്തു നിന്ന് വരുന്നവനോ ആരാവട്ടെ ആക്രമിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ, അപഹരിക്കപ്പെട്ടാൽ, അത് നടത്തിയവൻ മക്കിയാണെങ്കിലും അല്ലെങ്കിലും ആക്രമിക്കപ്പെട്ടവന്റെ പക്ഷത്ത് ഒരുമിച്ച് നിന്ന് അക്രമിക്കെതിരെ ഒരുമിച്ച് തിരിച്ചടിച്ച് മക്കയുടെ സുരക്ഷിതത്വം നിലനിർത്തും എന്നവർ പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന 25 വയസ്സുകാരനും അന്ന് പങ്കെടുത്തിരുന്നു. തൻ്റെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്, നിർഭയത്വത്തിന്, രാജ്യത്തിന്റെ നന്മക്ക് അപമാനകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഒരുമിച്ച് കൂടിയ ജനക്കൂട്ടത്തിൽ ഒരാൾ ആ 25കാരനായിരുന്നു. അതുകൊണ്ട് എന്താ നമുക്ക് കാര്യം എന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്നുകൊണ്ട്, പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം, ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ശഹിദ്തു മഅ ഉമൂമത്തി ഹൽഫൻ ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ. പണ്ട് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിൽ എൻ്റെ വെളാപ്പ മുത്താപ്പന്മാരപ്പം ഞാനൊരു സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തിരുന്നു. മാ ഉഹിബ്ബു അന്നലി ബിഹി ഹുമറൻ നിഅം. അതിന് വിടയൊക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല, അതിനേക്കാൾ വില കൂടിയതാണ് അത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലൗ ദുഇതു ബിഹി ഫിൽ ഇസ്ലാം. ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളിക്കെതിരെ അതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചാൽ, മുഅ്മിനീങ്ങൾ പഠിച്ചോളി, എന്നെ വിളിച്ചാൽ ലഅജബ്തു, തീർച്ചയായും ആ കൂട്ടത്തിൽ ഞാനുണ്ടാകും. ആരുണ്ടാകും? മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകും. മുസ്ലിമീങ്ങളുടെ രാജ്യക്കൂർ എവിടെയാണ്? മുസ്ലിമീങ്ങളുടെ രാജ്യക്കൂർ എങ്ങനെയുള്ളതാണ്? രാജ്യസ്നേഹവും ദേശീയ ബോധവും ഊട്ടിയുറപ്പിച്ചത് മതവിശ്വാസത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഖാല ലി മക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് പറഞ്ഞു, മാ തുയബക്കി വഹബക്കി ഇലയ്യ, മക്ക, നിന്നോളം വിശുദ്ധമായതും നിന്നോളം എനിക്ക് പ്രിയപ്പെട്ടതുമായ ഒരു നാട് ദുനിയാവിൽ വേറെ ഇല്ല. വലൗലാ അന്ന ഖൗമക്കി അഖ്റജൂനി മിൻകി, ഇന്നാട്ടിൽ നിന്ന് ഇവിടുത്തുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാ സക്കൻതു ഗൈറു, ഞാൻ ഇവിടെയല്ലാതെ മറ്റൊരു നാട്ടിൽ താമസിക്കാൻ തയ്യാറാവുകയില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുൻഗാമികളുടെ ചരിത്രവും ഇസ്ലാം സ്വരാജ്യ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നതുമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഭവം, സൂറത്ത് തക്കാസുറിന്റെ അവസാന വചനം, തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നമുക്ക് നൽകപ്പെട്ട ഓരോ നിഅമത്തുകൾക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ആയത്ത് വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഐ മാ അൻഅമല്ലാഹു അലൈക്കും മിനസ് സിഹ്ഹതി വൽ അംനി വർ-റിസ്ഖി വഗൈറു ദാലിക്, അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും നമുക്ക് നൽകിയ വരുമാന മാർഗത്തിനും ഉൾപ്പെടെ നമ്മൾ കണക്ക് പറയേണ്ടി വരും. വലഖദ് റഅയ്തുനാ, എന്നിട്ട് അവിടുന്ന് ഒരു കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റിപ്പോർട്ട് പറഞ്ഞിട്ട്, വലഖദ് റഅയ്തുനാ വമാ നസ്തതിഉ അൻ നതൂഫ ബിൽ ബൈത്തി ഹത്താ അസ്ലമ ഉമർ. ഞങ്ങൾക്ക് മക്കയിലുണ്ടായിരുന്ന പതിത്വം, അപമാനം, മക്കയിലൊന്ന് കഅബക്കൊന്ന് തവാഫ് ചെയ്യാൻ, അവിടെ നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു അനുവാദമുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് ആ നിർഭയത്വം, സുരക്ഷിത സാഹചര്യം ഉണ്ടായത് എന്നാണ്. എന്താ അത് മനസ്സിലാക്കി തരുന്നത് നമുക്ക്? ഒരൊറ്റ മുസൽമാൻ വിചാരിച്ചാൽ ഒരു രാജ്യത്ത്
ഒരു പ്രദേശത്ത് നിർഭയത്വവും സുരക്ഷിതത്വവും ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ചരിത്രമെങ്കിൽ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് സുരക്ഷിതത്വവും നിർഭയത്വവും ഉണ്ടാക്കിയെടുക്കാനുള്ള കൂട്ടായ്മകളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ പ്രിയപ്പെട്ടവരെ എന്നൊന്ന് ആലോചിക്കുക. ആ നിർഭയത്വം നമ്മളെ കൊണ്ടുചെത്തിക്കുന്ന മേഖല നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമക്കും. അഥവാ നിങ്ങൾക്കെങ്ങാനും സുരക്ഷിതമായി സ്വതന്ത്രമായി നിർഭയരായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ നാട്ടിൽ നാം ഉണ്ടാക്കി തന്നാൽ അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും കുടുംബ ബന്ധങ്ങൾ അറുത്തുമാറ്റാനും ആണോ നിങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി, നമ്മൾ സ്വാതന്ത്ര്യം എന്ന് കാണുന്നത് രാജ്യത്ത് നിലനിൽക്കേണ്ട സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാലത്തെ ആളുകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹിജറ 6-ാം കൊല്ലത്തെ ഹുദൈബിയ സന്ധിക്ക് ശേഷം ഒരു വിഭാഗം ആളുകളെ ലോകത്തിന്റെ 4 ഭാഗത്തേക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൂതുമായി സന്ദേശവുമായി പറഞ്ഞുവിടുകയുണ്ടായി. അങ്ങനെ പറഞ്ഞുവിടപ്പെട്ടവരിൽ ഒരാൾ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന റുസ്തമിനരികിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ദൗത്യം എന്താണെന്ന ചോദ്യത്തിന് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു ഇബ്തഅസനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാ. അള്ളാഹു ഞങ്ങളെ തെരഞ്ഞെടുത്ത് മുസ്ലിങ്ങളായി നിയോഗിച്ചയച്ചത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിഗ്രഹാരാധനയിൽ നിന്ന് അള്ളാഹുവിനുള്ള ആരാധനയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ പ്രഥമമായ ലക്ഷ്യം. കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്രഥമമായ ലക്ഷ്യം ആ താല്പര്യമുള്ള ആളുകൾക്ക് തൗഹീദിലേക്ക് വരാനുള്ള വഴിയൊരുക്കുക എന്നതാണ്. രണ്ടാമത്തതോ വമിൻ ലൈഖി ദുനിയാ ഇലാ സഅതിഹാ, ദുനിയാവിൽ ഈ രാജ്യത്ത് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് ശരിക്കും ലീക്ക് നിറഞ്ഞ ഇടങ്ങേറ്, ബുദ്ധിമുട്ട്, നിൽക്കക്കള്ളിയില്ലായ്മ എന്നാണ്. അത്തരം ഒരു ദുരിതത്തിൽ നിന്ന് ജനങ്ങളെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, വിശാലതയിലേക്ക് ജനങ്ങളെ കൈപിടിച്ചുയർത്തുക എന്നതാണ്. വമിൻ ജൗരില്ലദിയാനി ഇലാ അദ്ലിൽ ഇൻസാൻ, ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ഒരാൾക്ക് ലഭിക്കേണ്ടിരുന്ന നീതി ലഭിക്കാനുള്ള സാഹചര്യം അയാൾക്ക് ഒരുക്കുക എന്നതാണ് ഞങ്ങളുടെ നിയോഗമനത്തിന്റെ. ഞങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷികളായി, നീതിമുറയുടെ സാക്ഷികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ലക്ഷ്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നകും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലികും വലയുമക്കിനന്ന ലക്കും ദീനകും അല്ലദീ ഇർതലാ ബിഹി വലയുബദ്ദിലന്നകും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങളിൽ യഥാർത്ഥ ഈമാനും തഖ്വയും ഉള്ള ആളുകൾക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് 3 വാഗ്ദാനങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. അവർ അനുഭവിക്കുന്ന ആ ഭയപ്പാടിൽ നിന്ന് അവരെ നിർഭയത്വത്തിലേക്കും അവർക്കിഷ്ടപ്പെട്ട ദീൻ ആചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കും അവർക്ക് രാജ്യത്തിൽ പരിഗണനീയമായ പദവി, അഭിമാനപൂർവമായ അസ്തിത്വം നൽകുവാനും അല്ലാഹു സന്നദ്ധനാണ്. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈആ ലാ യുശ്രികൂന ബി ശൈആ എന്നാണ്. ഒരൊറ്റ പണി നിങ്ങൾ എടുത്താൽ മതി. ആരോടും വാളെടുക്കണമെന്നോ ഗൂഢാലോചന നടത്തണമെന്നോ തീവ്രവാദവും വർഗീയവാദവും നടത്തണമെന്നോ അല്ല പറഞ്ഞത്. മറിച്ച് അത്തരം ദുസ്വഭാവങ്ങൾ ഉള്ളവർക്കൊന്നും ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ കർശനമായ വൃത്തിയുള്ള കളങ്കമില്ലാത്ത തൗഹീദിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് വഴിയെ ലഭ്യമായിക്കൊണ്ടേയിരിക്കും. അത് ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അദീ ഇബ്നു ഹാത്തിം തായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിൽ 3ഉം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന്. അന്ന് ഈ ആയത്ത് വരുമ്പോൾ എനിക്കിത് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ നിസ്സാരന്മാരായ മനുഷ്യന്മാർക്ക് അല്ലാഹു ദുനിയാവിൽ ആധിപത്യം നൽകുകയോ ഇവർ ഭരിക്കുന്ന ജീവിക്കുന്ന നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാൻ
മറ്റുള്ളവർ അനുവദിക്കുമോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മൂന്നും നേരിട്ട് അനുഭവിച്ച് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ കിതാബും അവന്റെ റസൂലും പറയുന്നത് 100% സത്യമാണെന്ന് എനിക്ക് നാൾക്ക് നാൾ ബോധ്യം കൂടിക്കൂടി വരികയാണ് എന്ന് അദീ ഇബ്നു ഹാത്തിം അത്തായി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവര്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പ്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വർഷം എത്രാമത്തേതാണെന്ന് അന്വേഷിക്കുന്നതിനു മുമ്പ് നമ്മൾ ഈ രാജ്യത്തിന് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളും പ്രയാക്താക്കളുമായി രാജ്യത്തത് നിലനിൽക്കേണ്ടത് ഇസ്ലാമികമായ നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. കേവലം ഒരു പായസം കുടിച്ച് പിരിയേണ്ടവരല്ല നമ്മൾ. വിശ്വാസപരമായി തന്നെ, ഈമാനിന്റെ ഭാഗമായി തന്നെ ഈ രാജ്യം സ്വതന്ത്രമായിരിക്കേണ്ടത്, നിർഭയത്വത്തിൻ്റെതാവേണ്ടത്, സുഭിക്ഷതയുടേതാവേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും എന്താകും? രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ യാതൊരു പ്രവർത്തനങ്ങളും ഒരനക്കം പോലും വിശ്വാസികളിൽ നിന്നുണ്ടാകാം. അതല്ല, അതുകൂടെ നമ്മുടേതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ യഥാർത്ഥ ദീനിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായ, യഥാർത്ഥ രാജ്യസ്നേഹികളായ, ദേശസ്നേഹികളായ മുസ്ലിമീങ്ങളായി ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീനൽ കിറാം വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്ന ഉലൈക റഫീഖ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവാധികം ആദരവോടുകൂടി അനുധാവനം ചെയ്യുന്ന മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ, പാടില്ല എന്ന് പറയുന്നതിന് അടുത്തുവരെ എത്തിയ ഒരു ദുസ്വഭാവം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഒരു സ്വഭാവമാണ് ഭിക്ഷയാചിക്കുക എന്നത്. ഭിക്ഷയാചിക്കാൻ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് പള്ളിയിലെത്തിയ ഒരാൾക്ക് താൽക്കാലിക സഹായം നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞത്, സഹോദര, ആ മലയിൽ പോയി ഒരു കെട്ട് വിറക് വെട്ടി അത് ചുമന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ആളുകൾക്ക് മുമ്പിൽ കൈനീട്ടിയിട്ട് കിട്ടുന്ന എത്ര വലിയ സംഖ്യയാണെങ്കിലും അതിനേക്കാൾ മികച്ചത് എന്നാണ്. ദാവൂദ് നബി ഇസ്ലാമിന്റെ ചരിത്രമാണ് അദ്ദേഹം അതിന് ഉദാഹരണം പറഞ്ഞത്. നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅ്മലു അലാ അമലി യദീഹി. മഹാചക്രവർത്തിയായി വാണരുളിയപ്പോൾ പോലും ദാവൂദ് അലൈഹി സ്വലാം ജീവസന്ധാരണത്തിന് മാർഗമായി കണ്ടെത്തിയത് ജോലിയായിരുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് അദ്ദേഹം ജീവിച്ചത് എന്ന്. ഇത് ഞാനിവിടെ പറയാൻ കാരണം,